അമ്മ, നമുക്ക് ബാക്കി ഇരുന്ന ബീഫ് എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കിയാലോ? കറണ്ട് ഇല്ലായിരുന്നല്ലോ, പെട്ടെന്ന് വെക്കാം. ഓക്കെ. അമ്മയെല്ലാം എടുത്ത് വെച്ചോ? അമ്മ വെച്ചു. 1/2 കിലോ ബീഫ് ബാക്കിയുണ്ട്. നമുക്കിത് കറി വയ്ക്കാം. ഞാൻ കഴുകി വെച്ചിരുന്ന കേട്ടോ. ഇങ്ങനെ ആക്കി ഇത് നമ്മളൊരു പുതിയ 1/2 കിലോ ബീഫ്, അതിന് ഇത്രയും ചെറിയ ഉള്ളി 1 കപ്പ്, ചെറിയ ഉള്ളി, ഈ 1 കപ്പ് സവാള, ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറി ലീവ്സ്, മഞ്ഞൾപ്പൊടി, നമ്മൾ കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ. വേറെ പൊടികളൊന്നും ചേർക്കണ്ടേ? വേറെ പൊടികൾ നമ്മളതിന് മസാല ചേർത്ത് വഴറ്റി എടുക്കത്തില്ല, അപ്പം ചേർക്കണം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം, നമ്മുടെ കൈ വെച്ചിട്ട് ഇതിനെ നമ്മൾ നല്ലതുപോലെ ഞെവിടി പിടിപ്പിക്കണം. കണ്ട, ഇത് നല്ലപോലെ ഞെവിടണം പാറു ഉള്ളി കേട്ടോ. ഉള്ളിയും ഇതെല്ലാം കൂടെ നമ്മുടെ ഫുൾ ശക്തി എടുത്ത് നല്ല നീറ്റായിട്ട് ഉടച്ചെടുക്കണം. അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല, അപ്പോൾ ഇതിൽ വെള്ളവും കൂടി ഇതിനകത്ത് വരും കേട്ടോ. നമ്മൾ ഉപ്പ് ഇപ്പം ചേർക്കത്തില്ല, ഇറച്ചി ചിലപ്പം വെന്തില്ലെങ്കിലോ. കണ്ടോ, നന്നായിട്ട് മാഷ് ചെയ്യണം. നല്ലപോലെ മാഷ് ചെയ്തിട്ട് ഇപ്പം തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നോക്കി, ഇതിനകത്ത് ഇറച്ചിയുടെ വെള്ളം ഉണ്ട് കേട്ടോ. ഇതിന് വീഴുമ്പോൾ വെള്ളം വരും. എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ അടുപ്പേ വെച്ചിട്ട്, ഇപ്പോൾ മുളക് പൊടിയല്ലേ ഇപ്പോൾ ചേർക്കും. നമ്മൾ പിന്നീട് മസാല ചേർക്കും, തക്കാളി വഴറ്റി നമ്മളത് ഇടത്തില്ലേ, അപ്പോൾ നമ്മൾ ബാക്കി ചേർക്കത്തുള്ളൂ. ഇത് ബംഗാളീസ് ഇങ്ങനെ ഇറച്ചി വെക്കുന്നത്, പക്ഷെ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തെടുത്ത് അവർ കടുകെണ്ണയിലാണ് വെക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കടുകെണ്ണ വെച്ചാൽ കേട്ടോ. നമുക്കൊരു തവണ വെച്ച് നോക്കണം. നമുക്കൊരു ദിവസം കടുകെണ്ണ വെച്ച് നോക്കാം. ഒരു ദിവസം നമുക്ക് ചിക്കനും കടുകെണ്ണ വെക്കാം. ടേസ്റ്റ് മട്ടനോ? ഭയങ്കര ടേസ്റ്റാണ് ഇത്. നമ്മൾ ഈ 5-6 വിസിൽ വരണം. അപ്പോൾ അത് വെന്തപ്പോൾ ഇതിനെ തുറന്ന് കാണാം കേട്ടോ. മൺചട്ടിയില്ല ബാക്കി വഴറ്റി എടുക്കുന്നത്. സ്റ്റൗ കത്തിച്ച് നമ്മുടെ മനോഹരമായ ചട്ടിയെ വയ്ക്കാം. വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണ ഒഴിക്കാം. എണ്ണ ഇച്ചിരി കൂടുതൽ വേണം, ഒരു 3-4 സ്പൂൺ ഇടാം. കടുകിടാൻ പോവാണ്. കേട്ടോ, മൊത്തം കടുവും പൊട്ടും. ഒരെണ്ണം പോലും പൊട്ടാതെ എണ്ണ പച്ചക്കടുവും നമുക്ക് കടുക്. മുളക് നമ്മൾ എത്ര തേങ്ങ കൊത്തില്ലേ? തേങ്ങയുടെ അരിഞ്ഞ വരണ്ടേ. 1/2 കിലോ ഇല്ലേ? ഇത് എണ്ണ കൂടുതൽ. കൂടുതലില്ല, വേണ്ട. ഇതിപ്പോൾ തേങ്ങ ഇട്ടുകൊണ്ട് തോന്നുന്നു. ചെറുതായിട്ട് വേണ്ട. കളറ് മാറി വരുമ്പം തക്കാളി ഇടാം. തക്കാളി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കണേ, ഒന്ന് മാറ്റായിട്ടിട്ടാൽ. അടച്ച് വയ്ക്കാം. ടൊമാറ്റോ വെന്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിനകത്ത് മസാല ചേർക്കാം. അതി മഞ്ഞൾ പൊടി ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ച് ചേർക്കാം. മഞ്ഞളല്ലേ. മല്ലിപ്പൊടി, മുളക് പൊടി ചുമന്ന്. ഇത് എരിയില്ലാത്ത മുളക് പൊടി, ഇവിടെ ആർക്കും എരി വേണ്ടാത്തതുകൊണ്ടേ. പിന്നെ കുരുമുളക് പൊടി കുറച്ച് മതി, കുഞ്ഞിന് കൊടുക്കേണ്ടതല്ലേ. പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പ് പൊടി. ഈ മസാലയൊന്ന് എണ്ണയെല്ലാം എണ്ണ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് എണ്ണ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീഫിനെ അങ്ങോട്ട് ഇടാം. ഒട്ടും വെള്ളം ചേർക്കാത്ത ബീഫ് കണ്ടോ, എന്നല്ല ഇത്ര വെള്ളം മതി. ഇനി നമ്മളിത് അടച്ച് വെക്കരുത് കേട്ടോ.
ഇനി നമ്മളിത് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇനി ഗ്യാസ് ഫുള്ളിൽ വെക്കണം. എന്നിട്ട് ഇത് പറ്റിച്ചെടുക്കണം. ഇനി ഗ്യാസ് സിമ്മിൽ വെക്കുകയല്ലേ. ഇനി ഇത് വഴന്ന് വരട്ടെ. അതിനകത്ത് കിടന്നിട്ട് ഫുള്ളിലല്ലേ ഇരിക്കുന്നത്. നോക്കി അടച്ചു വെച്ചിട്ടില്ലേ. അല്ലോ പറ്റി മൊത്തം നല്ല വഴന്നെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയെല്ലാം നല്ല ബീഫിനകത്ത് ഫുള്ള മസാല അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ചെറിയൊരു സ്പൂൺ ഇത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. കറിവേപ്പില വെച്ചിട്ട് ഇളക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യും. നമ്മൾ ആദ്യം ഉപ്പിട്ടില്ലേ, ആ ഉപ്പ് ആവശ്യത്തിനുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ്. പാറു ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. കുഞ്ഞിനെ എന്താ നമുക്ക് സ്കൂളിൽ നിന്ന് ബ്രെഡും ബീഫും കൂടെ കൊടുക്കാമേ. പാറുവിന് എടുക്കട്ടെ. കഴിച്ചിട്ട് പറയാം എങ്ങനെയാണ്. അങ്ങനെ കൽക്കട്ട മോഡൽ ബീഫ് കറി. എന്താ ബീഫ്